അത് പെട്ടെന്ന് പോയപ്പോ വിഷമം അത്രയുള്ളൂ. ഓക്കെയാണ്. അമ്മയുടെ എപ്പോഴെങ്കിലും വിളിച്ചാൽ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം ഒരു വട്ടമൊക്കെ ഞാൻ അങ്ങോട്ട് വിളിക്കും. അവരും അവർ തിരക്കിലേക്കാൻ അവർ വിളിക്കാറില്ല. അപ്പം ഞാൻ അങ്ങോട്ട് എപ്പോഴെങ്കിലും ഒരു വട്ടമൊക്കെ വിളിക്കും. വിശേഷം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും വെക്കും എന്നല്ലാതെ എന്തായാലും എന്തെങ്കിലും രണ്ടും അത് സംസാരിക്കും, അവനെ വയ്ക്കും. സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ഒപ്പം മുളകൽ ലൈറ്റിലെ പൊന്നൂസ് ഇല്ലേ, ആള് പ്രഗ്നന്റ് ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാലോ. പക്ഷെ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പം പറയുന്നത്. കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ പൊന്നൂസ് തന്നെയാണ് ഈ കാര്യം പുറത്തു വിട്ടത്. കടുത്ത വയറുവേദന വന്നപ്പോൾ പൊന്നൂസ് ഡോക്ടറെ കാണാൻ പോയിരുന്നു. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് കുഞ്ഞിന് വളർച്ചയുമില്ല, ഹാർട്ട് ബീറ്റും ഇല്ല. ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സ്വാഭാവികമായി അബോർഷൻ ആയിട്ടില്ല എങ്കിൽ പിന്നെ മരുന്ന് വെച്ച് അബോർഷൻ ചെയ്യേണ്ടി വരുമെന്നാണ് ഇത്ര ഡോക്ടർ പറഞ്ഞത്. നമുക്ക് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പൊന്നൂസ് ചെയ്ത ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ എനിക്കൊന്നും വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയ അവസ്ഥയിലായിരുന്നില്ല. ഞാൻ ഫുള്ളും ബ്ലാങ്ക് ആയിരുന്നു. ഇന്നലെ എനിക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഓക്കെ ആയിരിക്കും, റെഡി ആവുമെന്ന്. ഇന്നലത്തെ കൂടി അത് തീർന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് നല്ല സന്തോഷത്തോടെ ആയിരുന്നു. 2-3 ആഴ്ച മുന്നേ പറഞ്ഞത് നമ്മുടെ ഫാമിലിക്ക് പുതിയ ആൾ വരാൻ പോവാന്ന്. പക്ഷേ അതങ്ങനെ പോയി. സത്യം ഞാൻ ഇപ്പോൾ ഓക്കെ അല്ല. എൻ്റെ മൈൻഡോട് ഞാൻ അത്ര ഓക്കെ അല്ല. നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടിയതൊന്നായിരുന്നില്ല, പ്രതീക്ഷിക്കാതെ കിട്ടിയതായിരുന്നെങ്കിലും അതിൻ്റെ ശേഷം നമ്മൾ ഭയങ്കര പ്ലാനിങ്ങും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്ലാൻ ചെയ്തുണ്ടായ ഗർഭം അല്ല എന്നാണ് പൊന്നൂസ് പറയുന്നത്. പ്രതീക്ഷിക്കാതെ ഉണ്ടായതാണ്. പക്ഷെ പ്ലാൻ ചെയ്തുള്ളതായാലും അല്ലാതെ ആയാലും വയറ്റിൽ വെച്ച് കുഞ്ഞിനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഏതൊരമ്മയ്ക്കും അത് സഹിക്കാൻ കഴിയൂല. ആർക്കെങ്കിലും ആ പെണ്ണിനെ സമാധാനിപ്പിക്കാൻ കഴിയുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഒരമ്മയുടെ വേദന അമ്മയ്ക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇതുപോലെ ഗർഭാവസ്ഥയിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ട എത്രയോ സ്ത്രീകൾ നമുക്കിടയിലുണ്ട്. ചിലപ്പോൾ ആദ്യത്തെ കുഞ്ഞായിരിക്കും, ചിലപ്പോൾ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞായിരിക്കും, ചിലപ്പോൾ ഓൾറെഡി കുറെ കുഞ്ഞുങ്ങളുള്ള അമ്മയ്ക്കായിരിക്കും അബോർഷൻ സംഭവിച്ചിട്ടുണ്ടാവുക. പക്ഷെ എങ്ങനെയായാലും വിഷമം തന്നെയാണ്. ആദ്യത്തേതാണെങ്കിലും 10ാമത്തേതാണെങ്കിലും ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഏതൊരമ്മക്കും സഹിക്കാൻ കഴിയൂല. ബാക്കി ഉണ്ടോ എന്തായാലും അത് പെട്ടെന്ന് പോയപ്പോ വിഷമം അത്രയുള്ളൂ. ഓക്കെയാണ് അല്ലേ? അമ്മച്ചമ്മൊരു കുഞ്ഞിൻ്റെ അല്ലേ? എന്നെ കാത്തും ഭയങ്കര കാത്തിരിപ്പായിരുന്നു. കാത്തും ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അവളും നല്ല ഹാപ്പി ആയിരുന്നു. അവളെന്നെ പേര് ഉണ്ടാക്കുക അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല. ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞപ്പോൾ കുഴപ്പങ്ങളൊന്നും പറഞ്ഞില്ല. നോർമലി പറയാൻ റെസ്റ്റ് എടുത്തോളോ, ഫുഡ് കഴിച്ചോളോ, അത്രമാത്രം പറഞ്ഞോളൂ. അന്ന് നമ്മൾ 5 ആഴ്ചയും 4 ദിവസമായിരുന്നു ആയിട്ടുണ്ടായത്. അതിനുള്ള വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ണി ഹാർട്ട് ബീറ്റ് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളും ഓക്കെ ആയിരുന്നു. ഗർഭപാത്രത്തിൻ്റെ ഷേപ്പിനെന്തോ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു പറഞ്ഞ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രഗ്നൻസി പോവാതിരിക്കാനായിട്ട് ഒരു 3 ആഴ്ചത്തേക്ക് ഇഞ്ചക്ഷൻ പറഞ്ഞു. ആ ഷേപ്പിൻ്റെ വ്യത്യാസം അത് റെഡി ആവും. വേറെ ഒരു കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഉണ്ണിക്ക് വളർച്ചയുണ്ട്, അഡ്മിറ്റ് ഉണ്ട്, ഉണ്ണി ഓക്കെയാണ്. ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞ് പറഞ്ഞ്. പിന്നെ ആ 3 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. പിന്നെ 2 ഡോസ് ഇഞ്ചക്ഷൻ കഴിഞ്ഞ ശേഷമല്ലേ, 2 ഡോസ് ഇഞ്ചക്ഷൻ കഴിഞ്ഞ ശേഷമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച എനിക്ക് അടുക്കളയിൽ നമ്മൾ 3 ആൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വയറുവേദന വന്നു. പിന്നെ ഞാൻ വന്ന് കിടന്നാണ്ട് ഭയങ്കര വേദന, ഈ പ്രസവവേദന അല്ല, ഭയങ്കര വേദന, തൊണ്ടയിലും കാര്യങ്ങളൊക്കെ ഭയങ്കര വേദന. അപ്പം ഞാൻ ഏട്ടാ നമുക്ക് ഈ ഉണ്ണിനെ കിട്ടില്ലേന്ന് എന്തോ പെട്ടെന്ന് എനിക്ക് ചോദിക്കാൻ തോന്നി. അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല വയറുവേദന. അപ്പം അമ്മേനെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ അമ്മമാരും വയറുവേദന ചേർക്കാന്ന് പറയുമ്പോൾ എനിക്ക് പ്രഗ്നൻസി സ്റ്റാർട്ടിങ് തൊട്ട് എനിക്ക് ഇടയ്ക്ക് വയറുവേദന വന്ന് പോകാറുണ്ട്. അപ്പോൾ അമ്മ എന്നോട് പറയും പ്രഗ്നൻസിയിൽ വയറുവേദന ഉണ്ടാവും അതിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ നമ്മൾ ആ ഒരു മൈൻഡിൽ എടുക്കണമല്ലോ, ആ ഒരു മൈൻഡിൽ എടുക്കണുള്ളൂ. അതിന് നമ്മള് അപ്പുറത്തേക്കൊന്നും ചിന്തിക്കണില്ല. ഉണ്ണി ഓക്കെയാണല്ലോ. അതിപ്പോ ആരായാലും അങ്ങനെ ചിന്തിക്കില്ല. ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്നൊക്കെ തന്നെ നമ്മളും വിചാരിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് സ്കാനിങ്ങിലൊന്നും ഒരു കുഴപ്പമില്ല, ഡോക്ടർ കുഴപ്പമുണ്ടെന്നൊന്നും പറഞ്ഞിട്ടുമില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയിലായിരിക്കും. അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് സമാധാനിച്ചിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ പണി കിട്ടുക. ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു വിഷമം പറഞ്ഞറിയിക്കാൻ കഴിയൂല. പലരുടെയും ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാകും. പെട്ടെന്നായിരിക്കും നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുക. കുറെ കാലം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ഇവിടെ ജനിച്ചൊരു മനുഷ്യന് സാധിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കുറച്ച് ദിവസം അടിപൊളിയായിട്ട് ജീവിച്ച പിന്നെ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ പണി കിട്ടും. അങ്ങനെയാണ് സാധാരണ കണ്ടുവരാറുള്ളത്. ബാക്കിയാണ് നോക്കാം. തിങ്കളാഴ്ച സ്കാൻ ചെയ്തപ്പോഴും ഉണ്ണി അതേ വളർച്ചയിലാണ് നിൽക്കുന്നത്. 5 ആഴ്ചത്തെ ഉണ്ണിയുടെ ഹാർട്ട് ബീറ്റ് കേൾക്കണില്ല. അപ്പോൾ എന്നെ ഡോക്ടർ പറഞ്ഞു ഇനി നമ്മളിത് കാത്തിരുന്നിട്ട് കാര്യമില്ല. എനിക്ക് മെഡിസിൻസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇത്ര ദിവസം അബോർഷനായി പോവാതിരുന്നുണ്ടാവുക, നമുക്കതൊക്കെ നിർത്താം, പോയിക്കോളും എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ മെഡിസിൻസ് ഒക്കെ നിർത്തിയിട്ടാ.
ഇനി പോയില്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കഴിച്ചിട്ട് എന്താ വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ സ്റ്റോപ്പായിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതൊരു കണ്ടന്റ് ആക്കി, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞ് ചോദിക്കുന്നതിൻ്റെ വയറ് വലുതാവണില്ല, അപ്പോൾ ഞങ്ങളെ പറ്റിച്ചതാണോ, അങ്ങനെ 100,000 ചോദ്യം വരും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർക്ക് അങ്ങോട്ട് ചവിട്ടിയാലും നെഗറ്റീവ്സ് മാത്രമേ ഉള്ളൂ. നെഗറ്റീവ് പറയാൻ നിൽക്കുന്നവരായിരുന്നു മാത്രമേ ഉള്ളൂ. സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. വീഡിയോ ഇല്ലാതെ എനിക്ക് മെസ്സേജ് അയക്കാനൊക്കെ ഒരുപാട് പേര് നിൽക്കാറുണ്ട്. പക്ഷെ കുറ്റം പറയുന്നവരുണ്ട്. അവരൊരു നിമിഷം നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കില്ല. ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ പോലുള്ള കാരണം എനിക്ക് കാര്യം നിങ്ങളെ അറിയിക്കണം. കാരണം അല്ലെങ്കിൽ നാളെ കുറച്ചുകൂടി നിങ്ങൾ ചോദിക്കും ഞങ്ങളെ പറ്റിച്ചതാണല്ലോ, നിങ്ങൾക്ക് വിശേഷം ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ. അങ്ങനെ ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതും നിങ്ങൾ തന്നെയല്ലേ. ആദ്യം തന്നെ പ്രഗ്നൻസി പ്രൈവറ്റ് ആക്കി വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ബോധിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാവുമായിരുന്നില്ലല്ലോ. ഈ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ വന്നിരുന്ന യൂട്യൂബിൽ എല്ലാവരും അറിയിച്ചു. അപ്പൊ പിന്നെ അബോഷൻ ആയാലും അറിയിക്കാതിരിക്കാൻ കഴിയൂലല്ലോ. അറിയിച്ചില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങും, നീ പ്രഗ്നന്റ് ആയിരുന്നു എന്നല്ലോ പറഞ്ഞത്, എന്നിട്ട് വയറൊന്നും കാണുന്നില്ലല്ലോ എന്ന്, എന്താ ഞങ്ങൾ പറ്റിച്ചതായിരുന്നു എന്ന് ആളുകൾ ഇങ്ങനെയൊക്കെ ചോദിക്കും, സ്വാഭാവികം. പക്ഷെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? ഫസ്റ്റ് പ്രൈസിൽ നിങ്ങൾ അവരോട് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞു, അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്. അല്ലെങ്കിൽ അവർ ചോദിക്കൂലല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെ വന്നിരുന്ന കാര്യം കൊണ്ട് ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യവും വരില്ലായിരുന്നു. എല്ലാം ഓക്കെ ആയ ശേഷം ജസ്റ്റ് എപ്പോഴെങ്കിലും വേണമെങ്കിൽ എല്ലാവരും ഒന്ന് ഇൻഫോം ചെയ്താൽ മതിയായിരുന്നു. സകല പേഴ്സണൽ കാര്യങ്ങൾ വന്നിരുന്ന നാട്ടുകാരെ അറിയിക്കുന്നതിനെ കൊണ്ടുള്ള പ്രശ്നമാണിതെല്ലാം. ഈ വീഡിയോക്ക് താഴെ തന്നെ ഞാൻ കണ്ട ഒരുപാട് കമന്റുകൾ, പ്രഗ്നന്റ് ആയ ഉടനെ നിങ്ങൾ എല്ലാവരും അറിയിച്ചതാണ് പ്രശ്നമായത്, ഒരു 3 മാസം കഴിഞ്ഞിട്ടെങ്കിലും എല്ലാവരും ഒന്ന് അറിയിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ചില കമന്റ്സ് ഞാൻ വായിച്ചുതരാം. എടാ, ഇനി പ്രഗ്നന്റ് ആകുമ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി, അതാണ് നല്ലത്. എനിക്ക് സെയിം സിറ്റുവേഷൻ ഉണ്ടായതാണ്. ഞാൻ ഇപ്പൊ 6 മന്ത് പ്രഗ്നന്റ് ആണ്. വിഷമിക്കേണ്ട, ദൈവം ഇനിയും ഒരുപാട് മക്കളെ തരും, സമാധാനമായി ഇരിക്കുക. ആദ്യത്തെ 3 മന്ത് ഇതൊക്കെ ആരെയും അറിയിക്കാതിരിക്കുക. പൊന്നു 3 മാസം കഴിയാതെ ഇത് പ്രതീക്ഷ വെക്കരുത്, അതുവരെ നോർമൽ ആയിട്ട് പോവുക. ഒരു 3 മന്ത് ആരെയും അറിയിക്കരുത് എന്ന് പറയുന്നത് ശരിയാണ്. ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോടാ. എവിടെ ഈസ് റിയൽ, ഡോണ്ട് വെറി. എത്രയും വേഗം നല്ലൊരു കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടും ട്ടോ. കണ്ടില്ലേ, എനിക്കും ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഒരു 3 മാസമെങ്കിലും കഴിഞ്ഞാൽ പ്രഗ്നൻസി നിലനിൽക്കുമോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പ് കിട്ടത്തുള്ളൂ. 3 മാസത്തിനുള്ളിൽ എന്ത് സംഭവിക്കാം? സാധാരണ എല്ലാവരും 3 മാസം കഴിഞ്ഞിട്ട് മാത്രമേ പ്രഗ്നൻസി റിവീൽ ചെയ്യാറുള്ളൂ. 3 മാസത്തിന് മുമ്പ് വീട്ടിൽ മാത്രം അറിയിക്കും. 3 മാസം കഴിഞ്ഞാലേ ബാക്കി കുടുംബക്കാരോട് പോലും പറയത്തുള്ളൂ. സാധാരണ ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. എന്തായാലും ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഭാവിയിലെങ്കിലും ശ്രദ്ധിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കി ഉണ്ടോക്കെ എന്തായാലും ഉണ്ടായിരുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇതുവരേക്കും എൻ്റെ വയറ്റിനാവുകൊണ്ട് അബോഷനായി പോയിട്ടോ കാര്യങ്ങളോ ഇല്ല. പക്ഷെ ഉണ്ണിക്ക് അഡ്മിറ്റോ കാര്യങ്ങളും ഇല്ല. ഇന്നലെ നാളെ ഉണ്ണി നമ്മളെ വിട്ടു പോകുന്ന എനിക്ക് ഉറപ്പാണ്. അങ്ങനെ അപ്പം എന്താ പറയുക, ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് ഡൗൺ ആവുക വെച്ചാൽ 2 ദിവസം അന്നാ ബ്ലീഡിങ് കണ്ട 2 ദിവസം ഞാൻ ഭയങ്കര കരച്ചിലും കടുപ്പായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ കരയും തോറും അവനും ഡൗൺ ആവുക. കാത്തൂന് വിഷമം, കാത്തൂന് എന്താ കാര്യം എന്നറിയില്ല. കാത്തൂന് വിചാരിച്ചിപ്പോൾ ഞാൻ അടി ഉണ്ടാക്കിയിട്ടാണോ കരയുന്നത്, അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് വന്നു. അപ്പോൾ പിന്നെ അവനെ മാക്സിമം നോക്കിയാൽ നോക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തം വീടായിട്ട് മതി അടുത്തുകൊണ്ടിരുന്നത്. ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഞാൻ കാത്തുണ്ട് എൻ്റെ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് ഇനി ഒരു വീടായിട്ട് നമുക്ക് അടുത്തുണ്ടി വേണം. അപ്പോൾ എനിക്ക് ഗർഭാലം മൊത്തം നമുക്ക് ആ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ നടക്കാം. എൻ്റെ സ്വപ്നങ്ങൾ അതായിരുന്നു. എനിക്ക് കുറേ വയറ് വെച്ച് നമ്മൾ ഇതിൻ്റെ മുറ്റത്ത് നടക്കണം എന്നുള്ള സ്വപ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പിന്നെ നമുക്ക് വിശേഷം കിട്ടി. ഓക്കെ, കാത്തുമ്മ ഹാപ്പിയാണ്. നമ്മളെല്ലാവരും ആ ഉണ്ണിക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ആ ബ്ലീഡിങ് കാണണം നടക്കും. എൻ്റെ കുറച്ച് നേരം മുന്നേ വരെ ഏട്ടോടെ കിടന്നിട്ട് ഫോണിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പേര് നോക്കുക. വിളിപ്പേരൊക്കെ നമ്മൾ കറക്റ്റ് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലുള്ള വിളിപ്പേര് നമ്മൾ കണ്ടിട്ട് ഒറിജിനൽ പേര് കണ്ടെത്തി. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ വീട്ടിൽ ഒരു ഉണ്ണിക്കുള്ള കാത്തിരിപ്പായിരുന്നു. ദൈവം വിധിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം പോയത്. പക്ഷെ പെട്ടെന്ന് ഭയങ്കര വിഷമമായി പോയി. തന്നില്ലെങ്കിൽ തന്നില്ല എന്നല്ലേ ഉള്ളൂ. അങ്ങനെ കിട്ടിയിട്ട് അത് പോകുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനും വിഷമമാണ്. അത് വെറുതെ തോന്നുന്നതാണ്. തന്നിട്ടില്ലെങ്കിൽ തന്നില്ല എന്നേ ഉള്ളൂ. കിട്ടിയിട്ട് പോകുമ്പോൾ വിഷമാണെന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ പറയരുത്. കിട്ടിയിട്ട് പോകുമ്പോൾ അത് വലിയ വിഷമം തന്നെയാണ്. പക്ഷെ കിട്ടാത്ത ആളുകളുടെ വിഷമം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. നിങ്ങൾക്കൊരു കുഞ്ഞെങ്കിലും ഉണ്ട്, ഇനി ഭാവിയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും ഉണ്ട്. പക്ഷെ അങ്ങനെ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ ഒരു കുഞ്ഞിന് വേണ്ടി ലോകം മുഴുവനും ചികിത്സയും പ്രാർത്ഥനയും ഒക്കെ ആയി നടക്കുന്ന ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇവിടെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ലെന്ന് അറിയാം. എന്നാലും ചില സ്റ്റേറ്റ്മെന്റുകൾ പറയുമ്പോൾ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ബാക്കി പറഞ്ഞോട്ടെ. എന്തായാലും സത്യം പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിലേക്ക് പോലും ഞാൻ അതിനെ വിളിക്കാറില്ല. അമ്മയുടെ എപ്പോഴെങ്കിലും വിളിച്ചാൽ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം ഒരു വട്ടമൊക്കെ ഞാൻ അങ്ങോട്ട് വിളിക്കും. അവരും അവർ തിരക്കിലേക്കാൻ അവർ വിളിക്കാറില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് എപ്പോഴെങ്കിലും ഒരു വട്ടമൊക്കെ വിളിക്കും. വിശേഷം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും വെക്കും എന്നല്ലാതെ
ഒരാളോട് ഇനിയിപ്പോൾ ഏട്ടനും കാത്തും വിട്ട് ഒരാളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും അമ്മോടാ. എന്തായാലും എന്തെങ്കിലും രണ്ടു വാക്ക് സംസാരിക്കാൻ അവനെ വയ്ക്കും. വേറെ ഒരാളോട് സംസാരിക്കാനോ ഒന്നിനും പറ്റിയ അവസ്ഥയിലല്ല കേട്ടോ. ബെസ്റ്റ് അമ്മ വല്ലപ്പോഴും ഇങ്ങോട്ട് വിളിക്കും, 1 മിനിറ്റ് സംസാരിക്കും, ഫോൺ വെക്കും. നല്ല ബെസ്റ്റ് അമ്മ തന്നെ. മകൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ അങ്ങനെ തന്നെ വേണം ചെയ്യാൻ. അവർക്ക് അവരുടേതായ തിരക്കുകൾ ഉണ്ട്. എത്ര എന്ത് തിരക്ക്! യൂട്യൂബിൽ വന്നിരുന്ന് വീട്ടുകാരൻ പറയുന്നതാണോ അത്ര തിരക്ക്? കൊള്ളാം. എന്തായാലും മകൾ ഇത്രയും വയ്യാതിരിക്കുമ്പോ, അബോഷന വക്കിൽ എത്തി നിൽക്കുമ്പോൾ ഇങ്ങനെ തന്നെ വേണം അമ്മമാര് ചെയ്യാൻ. ഇവരുടെ വ്ളോഗിലൊക്കെ കാണുമ്പോൾ എന്തോരം ഒലിപ്പിക്കലും സ്നേഹവും ഒക്കെയാണ്. പക്ഷെ മകൾക്ക് ഒരു ആവശ്യം വന്നപ്പോൾ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ശാരീരികമായും മാനസികമായും മകൾ തളർന്നിരിക്കുന്ന സമയത്ത് ഏതൊരമ്മയും അവളുടെ അടുത്തേക്ക് പോകും, ആശ്വസിപ്പിക്കും, അവൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇതൊന്നും തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. എന്തിനു പറയുന്നു, മര്യാദക്ക് ഫോൺ വിളിച്ചിട്ടൊന്നും സുഖമാണെന്ന് പോലും അന്വേഷിക്കാറില്ല. പൊന്നൂസിന് ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അമ്മയല്ലേ ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത്. പൊന്നൂസിന് ആരോടും സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് അവൾ മാനസികമായി തകർന്നത് കൊണ്ടാണ്. അപ്പൊ അത് മനസ്സിലാക്കി പെരുമാറേണ്ടത് ഒരു അമ്മയുടെ കടമയാണ്. എന്ത് പറയാനാണില്ലേ, വല്ലാത്തൊരവസ്ഥ തന്നെ. ബാക്കി ഉണ്ടോ എന്തായാലും ഇപ്പോഴും ഞാൻ ഒരു റിയാലിറ്റിയിലേക്ക് വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോഴും എനിക്ക് ഒരു ബ്ലീഡിങ്ങോ കാര്യങ്ങളും കാണാത്താനും ഇതൊക്കെ എൻ്റെ സ്വപ്നമാവോ, ഇതൊക്കെ റെഡി ആവുമോ എന്നുള്ള മണ്ടത്തരമായ പ്രതീക്ഷകൾ എനിക്കിടയ്ക്ക് വരാറുണ്ട്. മണ്ടത്തരാണെന്ന് എനിക്കറിയാം. ഇനി അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നും ഇതൊക്കെ മണ്ടത്തരാണെന്നും എനിക്കറിയാം. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ ആഗ്രഹിച്ചു പോവും. അങ്ങനെ മൊത്തത്തിൽ എൻ്റെ കിളി പോയിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഓക്കെ ആവും. കാരണം എനിക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യം ഞാൻ തന്നെ ചെയ്യണം. എനിക്ക് എൻ്റെതായ ഒരുപാട് പ്രൊമോഷൻസിൻ്റെ വീഡിയോ എടുക്കാണ്ട് എൻ്റെ വർക്കുകളുണ്ട്, കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ചെയ്ത് തീർക്കണം. അതെനിക്ക് ചെയ്യാനുള്ള എൻ്റെ ഡ്യൂട്ടിയാണ്. നമുക്ക് ജീവിക്കണം. ഇനിയിപ്പോൾ ഇതെല്ലാം വേറൊരു ഉണ്ണി വരുമ്പോൾ എൻ്റെ സ്വപ്നം പോലെ എനിക്കൊരു വീട് വയ്ക്കാൻ പറ്റുകയാണെങ്കിലോ, ചിലപ്പോൾ ദൈവം ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്കൊരു വീട് അതിൻ്റെ ആവശ്യം എനിക്കൊരു ഉണ്ണി തരാനാണെങ്കിലോ, അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ കഷ്ടപ്പെടണം. ഞാനാണെങ്കിലും ഏട്ടനാണെങ്കിലും കഷ്ടപ്പെടണം. അപ്പോൾ ഇനി ബാക്കി അങ്ങോട്ട് ഇനിയിപ്പോൾ നീ ഇതൊക്കെ ഉണ്ടായിട്ട് നീ ഇത്ര വിഷമിച്ചിട്ട് വീഡിയോ ഉണ്ടല്ലോ ചോദിച്ചാൽ ഞാൻ വീഡിയോ ഇടും. കാരണം അതെൻ്റെ ജോലിയാണ്, അത് നമുക്ക് ചെയ്തേ പറ്റൂ. പിന്നെ വിഷമങ്ങളൊക്കെ ഇല്ലാതിരിക്കില്ലല്ലോ നമ്മുടെ ലൈഫിൽ. അതിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഭൂമി കുലുങ്ങാലും നിങ്ങൾ വീഡിയോ ഇടയിൽ നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛമ്മ മരിച്ച് പിറ്റേ ദിവസം തന്നെ വീഡിയോ ഇട്ട ആൾക്കാരല്ലേ. സോ ഇനിയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് അറിയാം. ഇത് തന്നെ ഇപ്പൊ അബോഷനൊക്കെ ആയി കഴിഞ്ഞു. പതുക്കെ വന്ന് പറയേണ്ട സംഗതികളൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അത് കറക്റ്റ് ടൈമിൽ തന്നെ ഒരു കണ്ടന്റ് ആക്കി, നല്ല റീച്ചും കിട്ടി. അതുകൊണ്ട് തന്നെ തുടർന്ന് നിങ്ങളിൽ നിന്നും ഇതൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വിചാരിച്ച് ഞാൻ വെറുതെ ഇരിക്കില്ല. ഇനിയും വീഡിയോ ഇടുമെന്നൊന്നും മുൻകൂർ ജാമ്യം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാന്നുള്ളത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇത് തന്നെ ഓർത്ത് വിഷമിച്ചിരിക്കണം. വീഡിയോ ഒന്നും ഇടരുതെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല കേട്ടോ. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ സമയവും കാലവും ഒക്കെ ഉണ്ട്. അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഉണ്ടാവണമെന്ന് മാത്രം. ബാക്കി ഉണ്ടോക്കെ എന്തായാലും ഇപ്പോൾ ഒരു മാസം 1.5 മാസം 2 മാസമായി നമ്മൾ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മളുടെ കൂട്ടത്തിൽ ഒരാളുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുകയായിരുന്നു. ആ ആൾ പെട്ടെന്നില്ല. അതും ഞങ്ങളെ കുഞ്ഞെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാൾക്ക് തന്നെ പറ്റുമ്പോഴൊരു വേദന അതെന്തായാലും ഉണ്ടാവും. ഞാൻ സന്തോഷത്തോടെ ഒരുപാട് പേരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണ്. പക്ഷെ ആരോട് ഞാൻ റിട്ടേൺ വിളിച്ചിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് വീഡിയോയിലൂടെ അറിയുമ്പോൾ അയ്യോ ആൾ വീഡിയോയിലൂടെയാണല്ലോ ഞങ്ങൾ അറിയിച്ചതെന്ന് ആരും പറയരുത്. കാരണം എനിക്കിത് ആരോടും വിളിച്ച് പറയാൻ പറ്റിയ അവസ്ഥയിലല്ല. ഞാൻ ഓക്കെ അല്ല. അല്ലെങ്കിലും ഇതൊന്നും ആരും വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വീഡിയോയുടെ തന്നെ ആവശ്യമില്ല ശരിക്കും. ഇതൊക്കെ പതുക്കെ സമയമെടുത്ത് അറിയിക്കണമെങ്കിൽ മാത്രം എല്ലാവരും അറിയിച്ചാൽ മതി. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകും. അങ്ങനെ മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ, അതായത് നീ അബോഷനായ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പിണങ്ങുകയോ പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവര് ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബാക്കി ഉണ്ടോക്കെ എന്തായാലും. അതുകൊണ്ടാണ് എനിക്കതിനെ ഒരാളെ ഫോൺ വിളിച്ച് സംസാരിക്കാനും ഒന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. ഇനിയിപ്പോൾ എല്ലാ ഫോൺ കോൾ വന്നാൽ ഞാൻ എന്നോട് പറയും ഏട്ടെടുക്ക് നീ എനിക്ക് സംസാരിക്കാൻ തോന്നുന്നില്ല. എനിക്ക് ഭയങ്കര തലവേദന. എന്ന് പിടിച്ച തലവേദന വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നോ പിടിച്ച തലവേദനയും ഇറിറ്റേഷനും. ചില നേരത്തെ ഞാൻ ചിരിക്കണം, ചില നേരത്തെ ഞാൻ കരയുടെ ആളാ അങ്ങനെ. പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബേബിക്കാൻ. അവനെ ഓക്കെ ആക്കാനും എനിക്കൊരു അമ്മയെ പോലെ നിന്ന് ഞാൻ ഫുള്ള് റെസ്റ്റ് ആകുമ്പോൾ കാത്തുമ്പൻ അത്രയും കഷ്ടപ്പെടാൻ നോക്കിയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ എന്നോട് എഴുന്നേക്കാൻ കാത്തു പറയുമ്പോൾ കാത്തുവിനെ അച്ഛൻ വാശി പിടിച്ച് കരിക്കുള്ളൂ. അമ്മ എഴുന്നേക്ക് അമ്മ വന്നിട്ട് വാശി പിടിച്ചിരിക്കുമ്പോഴും എന്തെങ്കിലും കൊണ്ടാണോ കൊണ്ടുപോകാനും. അവന് ഫുഡ് ഉണ്ടാക്കാറില്ല. അവനെ ഫുഡ് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ വന്നിട്ടില്ല. അവന് ഫുഡ് ഉണ്ടാക്കാറില്ല. ബാക്കി വീട്ടിൽ അടിച്ചോടാ തിരുമ്പിലൊക്കെ ചെയ്യില്ല. ഫുഡ് ഉണ്ടാക്കാറില്ല. അപ്പോൾ എനിക്ക് 3 നേരം രാവിലെ ചിലപ്പോൾ ഞാൻ നേരം മുന്നേ പോയിട്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചിട്ട് വരും, ചത്ത ഫുഡ് മേടിച്ചിട്ട് വരും. ഞാൻ ചിലപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഉറക്കമായിരിക്കും. ഇങ്ങനെ കിടന്ന് ഭ്രാന്തം ഞാൻ ഉറക്കമായിരിക്കും. അവന് എനിക്ക് ഫുഡ് മേടിച്ചു കൊടുത്താൽ എനിക്ക് തരിക കഴിച്ച കൈ കഴുകളൊക്കെ
ഉറപ്പുള്ളവരെ എനിക്കിത് കൊണ്ടുതരും കേട്ടാ. ഞാൻ റെസ്റ്റ് എടുത്തോട്ടെ. അവൻ്റെ ഉറപ്പായിരുന്നു. ഒന്നത് സ്കാനിങ് കഴിഞ്ഞാൽ അഡ്മിറ്റിൽ വന്നപ്പോൾ ആദ്യം അഡ്മിറ്റ് ഉണ്ടായിരുന്നു. അഡ്മിറ്റിൽ വന്നപ്പോൾ അവൻ ഫുൾ പ്രതീക്ഷ വിട്ടാണ്. പക്ഷെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. ഞാൻ വിഷമിക്കരുത്, എന്നെ തളർത്തരുത് വെച്ചിട്ടായിരുന്നു ഈ ഒരാഴ്ച ഫുള്ള് എനിക്ക് എൻ്റെ അത്രയും സപ്പോർട്ടായി നിന്നത്. ചുരുക്കി പറഞ്ഞ അപ്പൊ ഏട്ടൻ മാത്രമേ ഇപ്പൊ കൂടുള്ളൂ. വേറെ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെയായി. അമ്മ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. അമ്മയെ പോലെ എന്റെ ഏട്ടൻ എന്നെ കെയർ ചെയ്തു എന്നല്ല പറഞ്ഞത്. അതായത് ആവശ്യം വന്നപ്പോ അമ്മയെ പോലും ഒന്ന് കൂടെ നിൽക്കാൻ കിട്ടിയില്ല എന്നർത്ഥം. അച്ഛനെ കുറിച്ചും അനിയത്തിയെ കുറിച്ചും ഒക്കെ പിന്നെ ഒന്നും പറയുന്നു പോലുമില്ല. എന്താ അവസ്ഥ അല്ലേ? എന്തായാലും ഏട്ടനെങ്കിലും കൂടെ ഉണ്ടല്ലോ, അതെന്നെ വലിയ അനുഗ്രഹമായിട്ട് കൂട്ടിയാൽ മതി. ബാക്കി രണ്ടൊക്കെ എന്തായാലും. എന്നിട്ട് മേലെ നമുക്ക് പ്രത്യേകിച്ച് പല കാര്യങ്ങളോ കാണാൻ പറ്റിയില്ല. അങ്ങനെ പണ്ടത്തോ ഞങ്ങൾ വീണ്ടും 3 നാളായി. ഒരു മിനിറ്റ്, എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോയിൽ തന്നെ അധികം കരഞ്ഞു വന്ന് സംസാരിച്ചിട്ടുള്ള ഒരാളല്ല. ഞാൻ അത്രയും പെട്ടെന്ന് കരച്ചിൽ വരുന്ന ഒരാളും അല്ല. എനിക്ക് എൻ്റെ മനസ്സ് അത്ര വല്ല വിഷമമൊന്നുമല്ലാണ് ഞാൻ നോർമലി കരയുക. അല്ലെങ്കിൽ മാക്സിമം എനിക്ക് വിഷമം വരും. ഞാൻ കരഞ്ഞാലും ഞാൻ വീഡിയോയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ സംസാരിക്കുക, അത് കരയണം. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ പോലും കരയണം എന്ന് വെച്ച് വന്നിരുന്ന ആളല്ല. പക്ഷെ എന്തോ അങ്ങനെ പെട്ടെന്ന് കരഞ്ഞു പോയി. അപ്പം എന്തായാലും പോട്ടെ. ഇനി ഞങ്ങൾ വീണ്ടും പണ്ടത്തെ ലൈഫായിട്ട് വരും. ഞങ്ങൾ 3 നാളായിട്ടുള്ള ലൈഫ് കാര്യങ്ങളായിട്ടായിരിക്കും ഞങ്ങൾ വീണ്ടും വരിക. അടുത്തൊരാളെന്നുള്ളത് ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ ഒരുപാട് വഴിക്കില്ല എന്നുള്ളൊരു പ്ലാനിങ്ങും ഉണ്ട്. കാരണം കാത്തു ആഗ്രഹിച്ചാണ്. കാത്തുൻ്റെ ആഗ്രഹം ഞങ്ങൾ അത്രയും ഞങ്ങൾ അടുത്തുനിന്ന് കണ്ട ആൾക്കാരാണ്. അപ്പോൾ ആൾക്കാരുടെ ഒരു ഉണ്ണി വീണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഇനി അടുത്തൊരു വീട് നമുക്ക് എന്നാവും എന്നൊന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ല. നമ്മളിങ്ങനെ കൂട്ടി വെച്ചൊക്കെ സെറ്റാക്കി വരണ്ടേ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ചിലപ്പോൾ അടുത്തുണ്ണി എന്നുള്ള ചിന്തയും ഞങ്ങൾ ചിന്തിക്കാം, അറിയില്ല. അടുത്ത കുഞ്ഞിനെ കുറിച്ച് ചിന്തിച്ചാലും ഇല്ലെങ്കിലും അതിനെക്കുറിച്ച് യൂട്യൂബിൽ വന്നിരുന്ന് പറയാതിരിക്കാൻ ശ്രമിക്കുക. അതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി എല്ലാവരും അറിയിക്കണമെന്ന് അത്രയും ആഗ്രഹമുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്ത് ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞ് മാത്രം റിവീൽ ചെയ്യുക. അത്രയും നാൾ പ്രഗ്നൻസി കണ്ടന്റ് ആക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ പ്രേക്ഷകരോട് പറയാൻ കുറച്ച് ലേറ്റ് ആയെന്ന് വെച്ച് ആരും ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ പോകുന്നില്ല. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഈ വിഷമഘട്ടം നല്ല രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.